ഹായ് ഡിയർ, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാണ്, എൻ്റെ പേര് ഡോക്ടർ ഇഷൽ. നമ്മൾ നമ്മുടെ ചാനലിൽ IELTS, OET, PT, സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസോ ഈ വീഡിയോയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമിൽ നിങ്ങൾക്ക് വേണ്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. എൻ്റെ ക്ലാസ്സസും ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ മടിച്ച് നിൽക്കാതെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരു പാറ്റേൺ, നമ്മളുടെ ഒരു ടീച്ചിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ തന്ന് നിങ്ങളെ കൊണ്ട് ചുമ്മാ ചെയ്യിച്ചിട്ട് അതിൻ്റെ ഒരു ബാങ്ക് സ്കോർ പറയുക എന്നുള്ളൊരു മെത്തേഡേ അല്ല. നമ്മൾ ഈ ട്യൂഷൻ മെത്തേഡിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് നിങ്ങൾ ആ ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇപ്പം കൂടുതൽ പേർക്കും അറിയാം, നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 4 years ഒക്കെ ആയി. അപ്പം ഇഷ്ടംപോലെ സ്റ്റുഡൻസ് എൻ്റെ അടുത്തും ട്രെയിനേഴ്സിൻ്റെ അടുത്തും എല്ലാം പഠിച്ചിറങ്ങി സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് റീഡിങ്ങിൽ ആൻസർ കണ്ടുപിടിക്കാൻ പ്രാപ്തിയുള്ളവരും മേക്ക് ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഷ്ടപ്പെട്ട് നമ്മൾ പാസേജ് റീഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വേറെ ഇല്ല. കാരണം നമുക്ക് ഉത്തരം മനസ്സിലായി, നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം മനസ്സിലാക്കി, പക്ഷെ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതുമ്പോൾ ആൻസർ തെറ്റോ, അതിന് സ്കോർ കിട്ടത്തില്ല. എന്തൊക്കെയാണ് നിങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ള മിസ്റ്റേക്സ്? അതായത് എൻ്റെ കുറേ സ്റ്റുഡൻസ് എങ്കിലും പ്രാക്ടീസ് സെഷനിൽ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ സ്റ്റുഡൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ പേർക്കും വരുത്തുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പോൾ റീഡിങ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് സ്കോർ എന്താ ഇത്ര കുറഞ്ഞു പോയത്, ഞാൻ അത്യാവശ്യം പാസേജിൽ എനിക്ക് ഒരുവിധമൊക്കെ ആൻസേഴ്സ് കിട്ടിയതായിരുന്നു, പിന്നെയും എനിക്ക് എങ്ങനെ ആൻസർ കുറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഏതെങ്കിലുമൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ടാവും, അതുവഴി നിങ്ങളുടെ കുറേ ആൻസേഴ്സ് തെറ്റിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് സ്കോർ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്കോറിലേക്ക് എത്താത്തത്. അപ്പം എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IELTS റീഡിങ്ങിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പം അതിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൂടുതൽ പേരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ആദ്യം വരുത്തുന്ന മിസ്റ്റേക്ക്. ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ അത് യെസ് നോ നോട്ട് ഗിവൺ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആണെങ്കിലും യെസ് നോ നോട്ട് ഗിവൺ ആണെങ്കിലും നമ്മൾ നോക്കേണ്ട മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഈ ചിലപ്പോൾ ഹെഡിങ്ങിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് തന്നിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് യെസ് എന്ന് അങ്ങ് എഴുതി വെക്കും. ഓക്കെ, ആൻസർ ഷീറ്റിൽ കൊണ്ടുപോയി യെസ് എന്നും നോ എന്നും എഴുതും, ട്രൂവിനും ഫോൾസിനും പകരം. സോ ആ ഉത്തരങ്ങൾ മുഴുവൻ അവർ വെട്ടിടും, ഒന്നിനും നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ആൻസർ കണ്ടുപിടിച്ചു, നമ്മൾക്ക് എല്ലാ ഉത്തരവും കറക്റ്റാണ്, നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ട്രൂവിന് പകരം യെസ് എന്ന് എഴുതിയതിൻ്റെ പേരിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. നേരെ തിരിച്ചും യെസ്സിന് പകരം ട്രൂന്നും ഫോൾസിന് പകരം നോന്നും എഴുതുന്നത് കൊണ്ടും ഉത്തരം തെറ്റും, നേരെ തിരിച്ചാണെങ്കിലും ഉത്തരം തെറ്റും. ഓക്കെ, പിന്നെ കുറേ പേർക്കുള്ള ഒരു പ്രധാന മിസ്റ്റേക്ക്, എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ തോന്നുന്ന ഒരു മിസ്റ്റേക്കാണ് യെസ്സിനൊക്കെ വൈ എന്ന് എഴുതും, നോയിനെ എൻ എന്ന് എഴുതും, ട്രൂവിനെ ടി എന്ന് എഴുതും, ഫോൾസിന് എഫ് എന്ന് എഴുതും. അതും അവർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയും. അതായത് നിങ്ങൾ യെസ് എന്നാണെങ്കിൽ YES ആ 3 ലെറ്റർ എഴുതുന്നതിന് എന്താണ് മടിക്കുന്നത്? N നോ. ഓക്കെ, ട്രൂ ആണെങ്കിൽ TRUE ട്രൂ, FALSE ഫോൾസ്, അങ്ങനെ മുഴുവനായിട്ട് എഴുതുക. ഓക്കെ, TF അല്ലെങ്കിൽ YN അങ്ങനെ എഴുതരുത്. യെസ്സിന് പകരം ട്രൂന്നും ട്രൂവിന് പകരം യെസ് എന്നും എഴുതരുത്, ഫോൾസിന് പകരം നോന്നും നോയ്ക്ക് പകരം ഫോൾസ് എന്നും എഴുതരുത്. ഓക്കെ, നോട്ട് ഗിവൺ പിന്നെ അതങ്ങനെ തന്നെ ആയതുകൊണ്ട് ശരിയാവുമായിരിക്കും. പക്ഷെ നോട്ട് ഗിവണും ചിലർ NG എന്ന് എഴുതും കേട്ടോ, അതും മനസ്സിലാക്കാൻ. NG എന്ന് എഴുതാല്ല, നോട്ട് ഗിവൺ എന്ന് എഴുതാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് മാം, എന്നിട്ട് ഇനി എക്സാമിന് എഴുതുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് നോട്ട് ഗിവൺ എന്ന് എഴുതും എന്ന് പറയരുത്. കാരണം എന്താ, നമ്മൾ പഠിച്ചതേ പാടൂ. കാരണം ഇവിടെ നമ്മൾ അങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അങ്ങനെ എഴുതി പോകും. അല്ലാണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തേക്കണോണ്ട് അങ്ങനെ തന്നെ എഴുതാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് സെഷനിൽ മുഴുവനായിട്ട് എഴുതി പരിശീലിക്കുക. നെക്സ്റ്റ് മിസ്റ്റേക്സ് വരുത്തുന്നതാണ് ഇപ്പം ഈ എസ് വേർഡ്സ് എല്ലാം എസ് ഇല്ലാണ്ട് എഴുതും. ഇപ്പം പാസേജിൽ ചിലപ്പോൾ ക്യാമറാസ് എന്നായിരിക്കും കിടക്കുന്നത്, നമ്മുടെ ആൻസർ ക്യാമറാസ് എന്നായിരിക്കും, ക്യാമറാസ് എന്ന് അവിടെ കിടക്കുന്നുണ്ടാവും. എടുത്തെഴുതുമ്പോൾ ക്യാമറ എന്ന് എഴുതും, എസ് എഴുതൂല. നേരെ തിരിച്ചും പാസേജ് ചിലപ്പോൾ ക്യാമറ എന്നായിരിക്കും കിടക്കുന്നത്, എടുത്തെഴുതുമ്പോൾ ക്യാമറാസ് എന്ന് എഴുതി വയ്ക്കും.
സോ അങ്ങനെ ഈ വേർഡ് മുഴുവനായിട്ട് എഴുതാതെ, അതായത് ഒരു ലെറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ എസ് എഴുതിയില്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഉത്തരം തെറ്റും. അതുകൊണ്ട് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്, കറക്റ്റ് ആയിട്ട് നോക്കി എടുത്തെഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അയ്യോ, റീഡിങ്ങിൽ എങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അല്ല, റീഡിങ്ങിൽ പാസേജിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ വേർഡ്, പിന്നെ എന്തിനാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ? സ്പെല്ലിങ്ങിന്റെ പ്രശ്നമല്ല. ലിസണിങ് ആണെങ്കിൽ മാം ഈ പറയുന്നതിൽ കാര്യമുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയാം, ഒരു 50% സ്റ്റുഡൻസ് എങ്കിലും അവിടെ നിന്ന് വേർഡ് സ്പെല്ലിങ് നോക്കാണ്ട് എടുത്തെഴുതും. എന്നിട്ട് അവിടെ നിന്ന് അവർ വായിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്പെല്ലിംഗ് ആയിരിക്കും എഴുതി വെച്ചേക്കുന്നത്. ഉത്തരം തെറ്റ് തന്നെ ഇടും. ഓക്കെ, ഒരു ലെറ്റർ ആണ് മാറുന്നതെന്നുണ്ടെങ്കിലും ഉത്തരം തെറ്റ് തന്നെയാണ്. മനസ്സിലാവും? സ്പെല്ലിംഗ് മിസ്റ്റേക്സിനും പോകും. റീഡിങ്ങിൽ ആരും സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് മാർക്ക് പോകും എന്ന് പറയാതിരിക്കുന്നതിന്റെ കാരണം എന്താ? പാസേജിൽ നിന്ന് എടുത്തെഴുതുകയാണല്ലോ, അപ്പോൾ അവിടെ നോക്കിയിട്ട് എടുത്തെഴുതുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കുറച്ച് പേരെങ്കിലും പാസേജിൽ നോക്കാണ്ട് സ്വന്തം ഇഷ്ടത്തിന് സ്പെല്ലിംഗ് അങ്ങ് എഴുതി വെച്ച് ഉത്തരം തെറ്റിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരത്തിൽ നമ്മൾ എത്തിയിട്ട് എടുത്തെഴുതിയതിൻ്റെ ആ ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ പേരിൽ നമ്മുടെ ആ ഒരു മാർക്ക് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയുന്ന സ്പെല്ലിംഗ് ആണെങ്കിൽ നോക്കി എഴുതിക്കോളുക. അങ്ങനെ നിങ്ങളുടെ മാർക്ക് ലൂസ് ആവാൻ നിങ്ങൾ തന്നെ ഇടിയാക്കരുത്. നെക്സ്റ്റ് വൺ ചാൻസ് ഉണ്ട് മിസ്റ്റേക്ക്. ഇപ്പൊ ഭയങ്കര മണ്ടത്തരാണെന്ന് ഞാൻ പറയില്ല, എന്നാലും നമുക്ക് ചാൻസസ് കൊണ്ട് തെറ്റുന്ന ഒരു കാര്യമാണ് നോ മോർ ദാൻ 2 വേർഡ്സ് അല്ലെങ്കിൽ നോ മോർ ദാൻ 3 വേർഡ്സ്. അപ്പൊ കുറെ പേർക്കെങ്കിലും ഒരു ധാരണയാണ് നോ മോർ ദാൻ 2 വേർഡ്സ് എന്ന് പറയുമ്പോൾ ആൻസർ എല്ലാം 2 വേർഡിൽ എഴുതാലോ, 2 വേർഡ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നോ മോർ ദാൻ 3 വേർഡ് ആകുമ്പോൾ 3 വേർഡിൽ എഴുതാലോ, 3 വേർഡ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതൊരു റോങ് ചിന്താഗതിയാണ്. 2 വേർഡ് കൂടരുത് അല്ലെങ്കിൽ 3 വേർഡ് കൂടരുതെന്നാണ് അതിന്റെ അർത്ഥം. 2 വേർഡിൽ എഴുതാം, 3 വേർഡിൽ എഴുതാം എന്നല്ല. അതായത് അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസിന് 2 വേർഡ് എഴുതി എന്നാലും നമ്മുടെ ഉത്തരം തെറ്റും. ആവശ്യമുള്ളിടത്ത് 2 വേർഡ് എഴുതിയില്ലെങ്കിലും ഉത്തരം തെറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് 1 വേർഡേ ആവശ്യമുള്ളൂവെങ്കിൽ 1 വേർഡ് എഴുതാൻ പാടുള്ളൂ. രണ്ടാമത് 2 വേർഡ് എഴുതി എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരം തെറ്റി തന്നെയാണ് അർത്ഥം. നോ മോർ ദാൻ 2 വേർഡ് എന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ആവശ്യമുള്ള 1 വേർഡാണ് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 1 വേർഡ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് എഴുതുക. ഓക്കെ, അതിൽ തന്നെ ചിലർ വരുത്തുന്ന മിസ്റ്റേക്ക് ഇപ്പം ബൈ ഡാഷ് എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ബൈ കിങ് ലൂത്തർ എന്നായിരിക്കും പാസേജിൽ ആൻസർ എടുക്കുന്നത്. എന്നിട്ട് നോ മോർ ദാൻ 3 വേർഡ്സ് ആണല്ലോ, അപ്പോൾ പാസേജിലേക്ക് എടുത്തിട്ട് ബൈ കിങ് ലൂത്തർ എന്ന് അങ്ങോട്ട് എഴുതി വെക്കും. അപ്പോൾ ഈ ബൈ എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യന് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആൻസറിൽ ബൈ കിങ് ലൂത്തർ എന്ന് എഴുതിയപ്പോൾ എന്ത് വന്നു? ബൈ കിങ് ലൂത്തർ എന്നായില്ലേ ആൻസർ. സോ ആൻസർ ഓഫ് കോഴ്സ് തെറ്റി. കിങ് ലൂത്തർ എന്ന് മാത്രമേ നമ്മൾ എഴുതിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അനാവശ്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്ന അതേ വേർഡ് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എക്സ്ട്രാ എഴുതരുത്. നമ്മുടെ ഉത്തരം തെറ്റുക തന്നെ ചെയ്യും. അത് കൂടാണ്ട് ഇപ്പം മണി വാല്യൂസ് ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ഡോളറിന്റെ സിമ്പിൾ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ തന്നിട്ട് ഡാഷ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് പാസേജ് തന്നിട്ടുണ്ടാവും $25 DOLLARS എന്നായിരിക്കും പാസേജ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എടുത്തെഴുതുമ്പോൾ ഓക്കെ $25 ആണ്. പെട്ടെന്ന് ഇൻസ്ട്രക്ഷനിൽ നോക്കുമ്പോൾ 1 വേർഡ് ആൻഡ് സ്ലാഷ് ഓർ എ നമ്പർ എന്നായിരിക്കും കിടക്കുന്നത്. ഒരു നമ്പറും എഴുതാം, ഒരു വേർഡും എഴുതാം, ഒരു നമ്പറും വേർഡും ഒന്നിച്ചും എഴുതാം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പെട്ടെന്ന് $25 ആൻസർ ഷീറ്റിൽ കൊണ്ടുപോയി എഴുതി വയ്ക്കും, ഉത്തരം തെറ്റിടും. കാരണം എന്താ? ഡോളറിന്റെ സിമ്പൽ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 25 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, $25 എന്ന് അവിടെ എഴുതി വെച്ചുകൊണ്ട് ഉത്തരം തെറ്റി. ഇൻസ്ട്രക്ഷൻ നോക്കുമ്പോൾ 1 വേർഡും 1 നമ്പറും കൂട്ടി എഴുതാം, അതിന് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഡോളറിന്റെ സിമ്പൽ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ വീണ്ടും എഴുതി വെച്ചത് കൊണ്ട് ഉത്തരം തെറ്റി. മനസ്സിലായി? ഇങ്ങനത്തെ സില്ലി പെറ്റി മിസ്റ്റേക്സും കൊണ്ട് നമുക്ക് എന്ത് പറ്റും? നമ്മളുടെ നല്ലൊരു ശതമാനം മാർക്കായിരിക്കും പോകുന്നത്. അപ്പം ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് മെജോറിറ്റി 90% പേർക്കും തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ റീഡിങ് ആൻസർ എഴുതാൻ നേരം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് എടുത്ത് എഴുതുമ്പോൾ സ്പെല്ലിങ് നമുക്ക് അറിയാമെങ്കിലും സ്പെല്ലിങ് ചെക്ക് ചെയ്ത് തന്നെ എഴുതുക. ഓക്കെ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ ഏതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് നോക്കിയിട്ട് എഴുതുക. TY എന്നൊന്നും എഴുതി വെക്കരുത്, ഫുള്ളായിട്ട് തന്നെ എഴുതുക. പിന്നെ വേർഡ് എഡിറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഒരു ലെറ്റർ ആണെങ്കിലും എഡിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഉത്തരം തെറ്റും. കൂടാതെ ഈ അവിടെ ഉള്ള വേർഡ്സ് നമ്മൾ എഴുതാതിരിക്കുക. അതിൽ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, സിനോണിംസ് കിടക്കുന്നുണ്ടാവും. അത് മനസ്സിലാക്കാതെ 2 വേർഡ് എഴുതുന്നവരുണ്ട്. അതാ നമ്പർ ഓഫ് ഡാഷ് എന്ന് കൊടുത്തിരിക്കുമായിരിക്കും. എന്നിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ടാവും നോ മോർ ദാൻ 2 വേർഡ്സ് എന്ന്. അപ്പോൾ പാസേജ് കിടക്കായിരിക്കും എന്താണ് ദർ ആർ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ദർ ആർ സെവറൽ ഫ്ലവേഴ്സ് എന്ന് കൊടുത്തിരിക്കുമായിരിക്കും. അപ്പോൾ എന്താണ് നോ മോർ ദാൻ 2 വേർഡ്സ് ഉണ്ടല്ലോ, നേരെ എടുത്ത് സെവറൽ ഫ്ലവേഴ്സ് എന്ന് എഴുതും. അപ്പോൾ ഇവിടെ പാസേജിൽ ഓൾറെഡി ദർ ആർ നമ്പർ ഓഫ് ഡാഷ് എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ദർ ആർ നമ്പർ ഓഫ് സെവറൽ ഫ്ലവേഴ്സ് എന്ന് എഴുതുമ്പോഴത്തേക്കും സെൻറ്റൻസ് തെറ്റിയില്ലേ? ഈ നമ്പർ ഓഫ് എന്നുള്ളത് തന്നെയാണ് ഈ സെവറൽ.
ഓക്കെ, അപ്പോൾ അതിൻ്റെ സിനോണിമാണ് ഈ നമ്പർ ഓഫ് എന്നുള്ളതിൻ്റെ സിനോണിം ആയിരുന്നു സെവറൽ. അപ്പോൾ ആ സെവറലിന് എഴുതുകൊണ്ട് നമ്മുടെ ഉത്തരം തെറ്റി. അവിടെ ഫ്ലവേഴ്സ് എന്ന് മാത്രം മതിയായിരുന്നു. സെവറൽ എന്നുള്ളതിൻ്റെ സിനോണിം നമ്പർ ഓഫ് എന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ് കൂടുതൽ പേരും വരുത്തുന്നുണ്ട്. അത് പിന്നെ അറിയാണ്ടാണെന്നെങ്കിലും നമുക്ക് വിചാരിക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ഈ 4 മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ വളരെ ഒട്ടും ശ്രദ്ധയില്ലാണ്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. ഈ മിസ്റ്റേക്സ് മസ്റ്റായിട്ട് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇതൊരു റിക്വസ്റ്റും കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഒരു 4-5 മാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ കൂടുതൽ പേരുടെയും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ എത്ര ബാൻഡാണ് മാറുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി, ആൻസർ കിട്ടി, നിങ്ങൾ എടുത്ത് എഴുതിയപ്പോൾ വരുത്തിയ ഒരു സില്ലി മിസ്റ്റേക്കും കൊണ്ട് നിങ്ങളുടെ മാർക്ക് ലൂസ് ആവാണ്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.